പുറത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം ജാഫർഖാന്റെ കൂടെ പോകാനാണ് കേട്ടോ. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഊട്ടി വരെ പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. 2013 ഞങ്ങൾ കല്യാണം കഴിഞ്ഞത്. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അറിയുന്ന ഒരുപാട് ഫാമിലി ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, കുറെ പേര് പറഞ്ഞതും ഞാൻ കേട്ടിട്ടുണ്ട്. 2 വർഷം കെട്ടിയും ഗൾഫിൽ നിന്ന് വന്നിട്ട് സ്വന്തം ഭർത്താവിന്റെ കൂടെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ സമ്മതം വേണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു 5 വർഷത്തെ ഒരു യൗവനം, നമ്മുടെ ആരോഗ്യം ശരിക്കും അതൊക്കെ അവർ തല്ലി തകർക്കല്ലേ ചെയ്യുന്നത്. അവർക്ക് കിട്ടാത്ത സുഖം നമ്മൾ അനുഭവിക്കരുത്. ഉപ്പ ഉമ്മ ഞങ്ങൾ ഇന്ന് പുറത്ത് പോയിട്ട് വരാം, ആ മക്കളെ നിങ്ങൾ പോയിട്ട് വരും. അതിലൊരു അന്തസ്സുണ്ട്, അതിലൊരു സുഖമുണ്ട്, അതിലൊരു സമാധാനമുണ്ട്. ചില അമ്മമാർക്ക് ഒരു സൂക്കേടുണ്ട് കേട്ടോ. നമ്മൾ കെട്ടിയോളും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ഒരു വയ്യാണ്ടാവില്ല. ഇങ്ങനത്തെ ആളുകൾ എന്തിനാണ് മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. 25 വയസ്സായ ആണുങ്ങൾ അവർക്ക് നോക്കാൻ ത്രാണിയുള്ളതുകൊണ്ടല്ലേ അവർ കല്യാണം കഴിക്കുന്നത്. പിന്നെ ഓരോ ഡയലോഗ് ഉണ്ട്, ഞങ്ങളെ നോക്കാനാണ് എന്നെ കെട്ടിക്കൊടുക്കണം എന്നുള്ളത്. നമ്മൾ അവരെ നോക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഞങ്ങൾ അമ്മയും അമ്മൂസാക്കിയൊന്നും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങളും പോകാൻ പാടില്ല. എന്റെ കഥ കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒന്നായവർക്കുണ്ടാവില്ലേ, എത്ര കരഞ്ഞിട്ടുണ്ടാകും, എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഒന്ന് കെട്ടിയോണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടാന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ടാവും. ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന നമ്മുടെ ഹസ്ബൻഡിനെ എയർപോർട്ടിൽ പോയി വിളിക്കാൻ സമയത്ത് അതിനും പോകണ്ടെന്ന് പറയുന്ന എത്ര മോശക്കാരുണ്ട്. ഈ മുടക്കം പറയുമ്പോൾ നമുക്ക് അവരോട് സ്നേഹമല്ല കൂടെ വെറുപ്പാണ് കൂടുന്നത്. അത് അവർക്ക് മനസ്സിലാവണില്ലാവോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും. ഉമ്മാനി ഉപ്പാനി നമ്മൾ ട്രിപ്പിന് കൊണ്ടുപോകണം. അതിനെന്താ ചെയ്യാ? വന്ന പാടെ ആദ്യം അവരും കൊണ്ട് ട്രിപ്പിന് പോവാ, പിന്നെ നമ്മളെ ഇഷ്ടത്തിന് ഒരുപാട് ട്രിപ്പ് അങ്ങോട്ട് അടിക്കും. അപ്പൊ നമുക്ക് സന്തോഷം, ഓൾക്ക് സന്തോഷം. പിന്നെ അതിന് മുടക്കം പറയുകയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചോണ്ട് പോകും. ഈ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മാതൃകാക്കുന്നത് എന്റെ ഉമ്മച്ചിനെയാണ് കേട്ടോ. എന്റെ നാത്തുമാരെ എങ്ങോട്ടെങ്കിലും പോയിട്ടില്ലെങ്കിലാണ് എന്റെ ഉമ്മച്ചി ചെയ്തത്. അപ്പൊ വരുന്ന പെരുന്നാളിന് പെട്ടെന്ന് തന്നെ ഒരു ട്രിപ്പ് സെറ്റാക്കി നിങ്ങൾ പോയിക്കോളി, സന്തോഷിക്കും മക്കളെ.